നമസ്കാരം. വളർച്ചയ്ക്കും വികാസത്തിനും മാത്രമല്ല, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായാലും ദഹനത്തെ പ്രോത്സാഹിപ്പിക്കാനായാലും പ്രമേഹ രോഗത്തെ ചെറുക്കാനും ഒക്കെ സഹായിക്കുന്ന ആവശ്യ പോഷക ഘടകങ്ങളുടെയും ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെയും ഒക്കെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഉറവിടമാണ് കൂവപ്പൊടി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനെ ആരോ റൂട്ട് എന്ന് പറയും. സംസ്കൃതത്തിൽ തവക്ഷീര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. വളരെ പൊടി കുഞ്ഞുങ്ങൾക്ക് മുതൽ നമുക്ക് പ്രായമുള്ളവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇത് കിഴങ്ങ് പുഴുങ്ങിയിട്ടൊന്നും കൊടുക്കരുത്. ഇത് വളരെ നല്ല രീതിയിൽ ശുദ്ധി ചെയ്തെടുത്തിരിക്കുന്ന ആ പൗഡർ കുറുക്കി കൊടുക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത്. ഇത് ഇവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കായാലും അല്ലെങ്കിൽ ആ ഊർജ്ജസ്വലതയ്ക്കായാലും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. ഇതൊരു ഭക്ഷണമായിട്ടും മരുന്നായിട്ടും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. തുകക്ഷീരി ഹിമാസ്വാതി ബല്യ വൃഷ്യാച ബ്രഹ്മണി എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു റെഫറൻസ് ആണിത്. ഇത് വളരെ കൂളായിട്ടുള്ള ഒരു പൊട്ടൻസിയിൽ ശരീരത്തിന് തണുപ്പേകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചില കണ്ടീഷൻസിൽ ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്ന ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മൂത്രക്കടച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വളരെ ചൂട് കൂടിയിരിക്കുന്ന കാലാവസ്ഥയിലുമൊക്കെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറുവേദനയുണ്ടല്ലോ, സ്കാൻ ചെയ്ത് നോക്കിയാൽ പോലും ഒരു കാരണവും കണ്ടെത്താൻ കഴിയാതെ അവർക്ക് ഇടയ്ക്ക് ഉണ്ടാവുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അത് കുറുക്കി കൊടുക്കുമ്പോൾ നല്ല ആശ്വാസം കാണാറുണ്ട്. അതുപോലെ ഉണ്ടാവുന്ന ചില ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു 3 ഗ്രാം വീതമൊക്കെ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുറുക്കിയോ കലക്കിയോ ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ സാധാരണ വളർച്ചയ്ക്കും വികാസത്തിനൊക്കെ സഹായിക്കുന്നത് കൂടാതെ ജനന വൈകല്യങ്ങളൊക്കെ തടയുന്നതിനും അതുപോലെ DNA രൂപപ്പെടുന്നതിനും ഒക്കെ ഗർഭാവസ്ഥയിൽ അത്യാവശ്യമായിട്ടുള്ള ഫോളേറ്റ്, വൈറ്റമിൻ ഒക്കെ നൽകുന്നതിനും ഒക്കെ ഇത് വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ്. ടാൽക്കം പൗഡറിലൊക്കെ തന്നെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതായിട്ട് മുൻപൊക്കെ സ്മോൾ പോക്സിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പം ചർമ്മ പ്രശ്നങ്ങളിൽ ഉപയോഗിച്ച് വന്നിരുന്നു. അപ്പോൾ ചർമ്മത്തിലുണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും കൂടെ സ്കിന്നിനെ ഹെൽത്തി ആക്കാൻ വെക്കാൻ നല്ല ഒരു ഓപ്ഷനാണ് ആരോ റൂട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ ഞാൻ പറഞ്ഞു, ചൂട് കൂടിയുള്ള അവസ്ഥയിൽ നമുക്ക് ശരീരത്തെ തണുപ്പിക്കാൻ ഉള്ളിലേക്ക് എടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഫേസ് പാക്ക് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യാനും സഹായിക്കും. ഇനി ഇത് ചെറിയ രീതിയിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറുക്കി എടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ക്രീം ബേസിലൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ കോൺ സ്റ്റാർച്ചൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ ബേക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കേക്കിലായാലോ അല്ലെങ്കിൽ പാസ്ത ഉണ്ടാക്കുമ്പോഴായാലോ ഒക്കെ തന്നെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇത്. ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ തന്നെ കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ മാത്രമല്ല, ഇതുപോലെ നമ്മൾ ഫുഡിലും നല്ലൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഗ്ലൂട്ടൻ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആരോ റൂട്ട് പൗഡർ എന്നുള്ളത്. ഗർഭകാലത്ത് ഉണ്ടാവുന്ന മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഛർദി, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, മറ്റ് പ്രധാനപ്പെട്ട പോഷകങ്ങളുടെയൊക്കെ തന്നെ സമ്പുഷ്ടമായ ഒരു ഉറവിടമാണ് കേട്ടോ കൂവപ്പൊടി. ഇത് ധാരാളം ഔഷധ ചികിത്സാ ഗുണങ്ങളൊക്കെ നൽകുന്നുണ്ട്. ചേന, കപ്പ, മധുരക്കിഴങ്ങ് എന്നിവയ്ക്കൊക്കെ തന്നെ സാമ്യമുള്ള തരത്തിൽ അന്നജം അടങ്ങിയിട്ടുള്ള ഒന്നാണ് കൂവ. മറ്റ് അന്നജങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാർബോഹൈഡ്രേറ്റ്, ആവശ്യ പോഷകങ്ങൾ ഒക്കെ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. മറ്റ് കിഴങ്ങിനേക്കാളൊക്കെ ഒരു 5 ഗ്രാം പ്രോട്ടീൻ ആരോ റൂട്ട് കൂടുതൽ നൽകുന്നുണ്ട്. ഇത് ശരീരത്തിൽ സാധാരണ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. ആരോ റൂട്ട് അഥവാ ഈ ഒരു പൊടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഗുണം തണുപ്പ് നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ അസ്വസ്ഥതകളും വീക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശമിപ്പിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ചർമ്മത്തിലെ അമിതമായിട്ടുണ്ടാവുന്ന ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ തടയാനും അതുപോലെ ചർമ്മ സുഷിരങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിക്കാനും ചർമ്മത്തിന് ഒരു ഗ്ലോ നൽകാനും ഒക്കെ തന്നെ ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്. ആയുർവേദത്തിൽ മുറിവുകളെ ചികിത്സിക്കുന്നതിനും വിഷത്തിൻ്റെ മറുമരുന്നായിട്ടൊക്കെ ഇതിനു മുൻപ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ രുചിയിലൊരു മധുര രസമുള്ളതാണ്. ഇതിന് പിത്തവാത ദോഷത്തേക്ക് ശമിപ്പിക്കാനുള്ള ഒരു സ്വാഭാവിക ശേഷി കൂടെയുണ്ട്. അതുപോലെ ശരീരത്തിന് പോഷണം നൽകുന്നത് പോലെ ശുക്ലത്തിൻ്റെ അളവ് മെച്ചപ്പെടുത്തുക, ഇലക്ട്രോലൈറ്റിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക തുടങ്ങിയ ഗുണങ്ങളൊക്കെ
ഇതിനുണ്ട്. രക്തപിത്ത അരുചി ശ്വാസകാസ കുഷ്ഠജ്വരാപഹ എന്നുള്ളത് ഈ ഒരു ആരോ റൂട്ടിൻ്റെ ഗുണങ്ങളിലാണ് പറയുന്നത്. രക്തപിത്ത രോഗങ്ങളിൽ അതിപ്പം മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരുന്ന അവസ്ഥയാവാം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിളിൽ വരുന്ന രക്തസ്രാവമാവാം. ഇത്തരം പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ ഈ ആരോ റൂട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കലക്കി കുടിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു രീതി എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതുപോലെ തന്നെ കാസ രോഗങ്ങളിൽ, കോൾഡ് പിടിച്ചിട്ടുള്ള അവസ്ഥയിൽ, ആസ്മ രോഗികളിലും ഒക്കെ തന്നെ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അനീമിയ, ജോണ്ടിസ്, വെയിറ്റ് ലോസ്, ആപ്സിസ്, അല്ലെങ്കിൽ ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒന്നാണ് കൂവപ്പൊടി എന്നുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് പാലിൽ ചേർത്ത് കഴിക്കുന്നത്, പാലിൽ കുറുക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടായാലും, അല്ലെങ്കിൽ വൃശ്യമായ അഫ്രോഡിസിയൊക്കെ ആയിട്ടുള്ള ആക്ഷൻ ആണെന്ന് പറഞ്ഞു. 5 ഗ്രാം കൂവപ്പൊടി നമുക്ക് ഒരു ഗ്ലാസ് പാലിൽ കുറുക്കി മധുരം ആവശ്യമെങ്കിൽ ചേർത്ത് കഴിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നല്ലതാണ്. അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് റിഫ്ലക്സ്, ഇപ്പം മൂത്രക്കിടച്ചിലിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളവർ, പനിയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് കൂട്ടാൻ, സ്റ്റാമിന കൂട്ടാൻ സഹായിക്കുന്ന രീതിയിലൊക്കെ തന്നെ ഈ പാലിൽ കുറുക്കി കഴിക്കുന്നതാണ് അതിന് ഏറ്റവും ഉത്തമം. ഇനി നെക്സ്റ്റ് ഒരു വഴി എന്ന് പറയുന്നത്, നമുക്ക് ചുമ വന്നിട്ടുണ്ടെങ്കിലും വിട്ടുമാറാത്ത കോൾഡ് ബുദ്ധിമുട്ടുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ അതിൽ നമുക്കൊരു 3 ഗ്രാം കൂവപ്പൊടി അല്പം തേനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അയൺ കണ്ടന്റ് ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വിളർച്ച അല്ലെങ്കിൽ അനീമിയയുള്ള കേസിലൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലും അല്ലെങ്കിൽ മെനാർക്കി സമയങ്ങളിലും ഒരു മെനാപ്പോസിനോട് അടുത്ത സമയങ്ങളിലും ഒക്കെ നമുക്ക് കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ അനീമിയ, വിളർച്ച എന്നുള്ളത്. അപ്പോൾ ഇതിനെ മാറ്റാൻ വേണ്ടിയുള്ള നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇത് നാച്ചുറൽ തിക്കനിങ് ഏജന്റ് ആയതിനാൽ തന്നെ പലപ്പോഴും നമ്മുടെ ഫേസ് ക്രീമുകളൊക്കെ തയ്യാറാക്കുന്ന സമയത്തായാലും നിങ്ങൾക്ക് ഒരു ബേസ് ആയിട്ട് അതിനെ തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂവപ്പൊടി കുറുക്കിയിട്ട് ആ ക്രീം തയ്യാറാക്കുന്നത് നല്ലതാണ്. നമ്മളിതിന് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്, ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ട് സ്കിന്നിലെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീം. അത് തയ്യാറാക്കുന്ന സമയത്തായാലും നമ്മളതിൽ ചേർത്തിട്ടുള്ളത് ആരോ റൂട്ട് പൗഡറാണ്. അപ്പോൾ ഇത് നമുക്ക് സ്കിന്നിന് വളരെയധികം സുഷിരങ്ങൾ, ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടായാലും, അല്ലെങ്കിൽ സ്കിന്നിന് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടായാലും, ആ ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓപ്ഷനും കൂടിയാണ്. അപ്പം ഇത്തരം കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടായാലും ഹെൽത്ത് വൈസ് ആയാലും ഒക്കെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ആരോ റൂട്ട് അല്ലെങ്കിൽ കൂവപ്പൊടി എന്നുള്ളത്. പലരും പല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നവരായിരിക്കും. ഇനി ഇത് കുറുക്കുണ്ടാക്കി വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു അപ്പം പോലെയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. ഒരുപാട് പേര് കഴിച്ചിട്ടുള്ളതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് ലഭ്യമായിട്ടുള്ളവരാണെങ്കിൽ, വളരെ ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി കിട്ടും എന്നുള്ളവരാണെങ്കിൽ ഇത് ഇടയ്ക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്ന് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മനസ്സിലായില്ലേ? അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.